നമസ്കാരം. നാളെ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരും. ശരിക്കും ലോകം മൊത്തം ഉറ്റുനോക്കുന്ന റിസൾട്ടാണ് ഡൽഹി എന്ന് പറയുന്നത്. ഒരു നമ്മുടെ കൺട്രിയുടെ ഒരു ക്യാപിറ്റലാണ്, യൂണിയൻ ടെറിട്ടറിയാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി ഒരു സമയത്ത് 2013 അണ്ണാ ഹസാരെ മൂവ്മെന്റ് വെച്ച് ഇത് മുന്നോട്ട് വരുന്ന സമയത്ത് വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഇപ്പം ഇന്ത്യ സഖ്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് പല സമയത്ത് എടുത്തു കാണിച്ചത് ഈ കഴിഞ്ഞ ഇലക്ഷന് വരെ. പക്ഷേ നമുക്കറിയാം ഈ ഇടയ്ക്ക് നടന്ന കോവിഡ് സമയത്ത് ശരിക്കും ഒരു മിസ്മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് തൊട്ടേ ജനങ്ങളുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇദ്ദേഹത്തിന് സൃഷ്ടിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം ലിക്വർ സ്കാം, അത് കഴിഞ്ഞിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ഇഷ്യൂ, പിന്നെ ചുമ്മാ എന്തിനും ഒരു സെൻട്രലിനെ ബ്ലെയിം ചെയ്യുന്ന അവസ്ഥ, യമുന നദിയുടെ ഇഷ്യൂ, അങ്ങനെ 1000 പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന്റെ മോളി വൺ ബൈ ആയിട്ട് വന്നു. ഏറ്റവും അവസാനം അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്, ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബംഗ്ലാവിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ഒരാൾ താമസിക്കുക എന്ന് പറയുമ്പം അത് അവിടുത്തെ ജനങ്ങളിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ അന്ന് 2019, 20, 21 കാലഘട്ടത്തിൽ ഡൽഹി ഉള്ള സമയത്ത് ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര ജീവനാണ്. കാരണം അവരുടെ ബേസിക് ഒരു ഫെസിലിറ്റീസ് എല്ലാം വേറെ ലെവലിൽ എത്തിച്ച അദ്ദേഹമാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് അവിടെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കേരളത്തിൽ പറയുന്നത് പലയിടത്തും ഒന്നുമില്ല. ഞാനൊക്കെ എൻ്റെ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ ഒരു ലെവലിലൊരു കെട്ടിടമുണ്ട്. ഓടിട്ട കെട്ടിടമാണ്. ജസ്റ്റ് ഒരു AC അവിടെ വെച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് എനിക്ക് അറിയത്തില്ല, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതല്ല ശരിക്കും ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഗെയിംസ്, കാര്യങ്ങൾ, ബേസിക് ഫെസിലിറ്റീസ്, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാമെന്നാണ്. അത് കാണണമെങ്കിൽ ഡൽഹി പോകണം. ഞാൻ പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വെച്ച് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ്, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന അവിടെയാണ്, ഏറ്റവും കൂടുതൽ നല്ല ഫെസിലിറ്റീസും കിട്ടുന്ന അവിടെ തന്നെയാണ്. അപ്പം ഈ 2 കാര്യങ്ങളും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം, എഡ്യൂക്കേഷണൽ, ഹെൽത്ത്, റോഡ്, അങ്ങനത്തുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ബിഗ് പ്ലസ് ആണ്. പക്ഷേ കറപ്ഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ ഒരുപാട് നാള് അത് വെച്ച് പൊറിപ്പിക്കത്തില്ല. ഈവൻ നമുക്കറിയാം ഷീല ദീക്ഷിത്തിന്റെ ഒരു 10-15 വർഷത്തിന്റെ ഒരു ലെഗസി ഉള്ള സ്ഥലമായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ അന്നത്തുള്ള കോൺഗ്രസിന്റെ ഭരണം കഴിഞ്ഞ് പിന്നെ ആം ആദ്മി പാർട്ടി വരുന്നു. ഇനി ആരെന്നൊരു ചോദ്യമുണ്ട്. അതിപ്പം നാളെ റിസൾട്ട് വരുമ്പോൾ അറിയാം. BJP വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഹരിയാന ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിന്റെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് ശരിക്കും ഈ പറയുന്ന വോട്ടേഴ്സ് സർവേയും കാര്യങ്ങളൊക്കെ പ്രിഡിക്റ്റ് ചെയ്തത്. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ഫുള്ള് തകിടം മറിഞ്ഞത് ടോട്ടലി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് അനുകൂലമായി. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഡൽഹി ഇലക്ഷൻ വളരെ അപ്രസക്തമാണെന്നാണ് പറയാം. കാരണം ഞാനുള്ള സമയത്ത് 2020, 21 കാലഘട്ടത്തിലെ ഇലക്ഷൻ സമയത്തും കോൺഗ്രസിന് വലിയ ചലനമില്ല. അവിടുത്തെ സ്ഥാനാർത്ഥി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു 10 പേര് വരത്തില്ലേ ഒരു ഇലക്ഷൻ ക്യാമ്പയിനും കാര്യമായിട്ട്, ആ ഒരു തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഞാൻ കോൺഗ്രസിന് കണ്ടുള്ളൂ ഡൽഹിയിൽ. കാരണം അവരുടെ അവസ്ഥ അതാണ് ഡൽഹിയിൽ. പക്ഷേ ഡൽഹിയിലെ ഒരു ഫൈറ്റ് നടക്കുന്നത് ആം ആദ്മി പാർട്ടിയും BJP ആയിട്ടാണ്. ഇത്തവണത്തെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് ഏകദേശം ഒരു 37 മുതൽ 43 വരെ BJP, ബാക്കി ആം ആദ്മി പാർട്ടിക്ക് ഒരു 27 to 34, കോൺഗ്രസിന് ഒന്നും ഇല്ല, ബാക്കി അതേഴ്സിനും 0 to 1 അപ്പം ഓൾ ടുഗദർ നോക്കിക്കഴിഞ്ഞാൽ 70 എത്ര BJP നേടുമെന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. ഒരു 35-40 ഒക്കെ ഈസിലി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു ഹിസ്റ്ററി എഗെയിൻ അവിടെ തിരുത്തപ്പെടും BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണ്, ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. കാരണം അദ്ദേഹം അവിടെ ഉള്ള സമയത്ത് എനിക്ക് ഒരുപാട് ഉപയോഗം കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വലിയ ഈസിയാണ്, അവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ നല്ലതാണ്, അവിടുത്തെ റോഡ് നല്ലതാണ്, അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഞാൻ പറയുന്ന കണക്ക് നദിയുടെ ഇഷ്യൂ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ ഡൽഹി പെർഫെക്റ്റ് ആണ്. അരവിന്ദ് കെജ്രിവാളും പെർഫെക്റ്റ് ആണ്. ഈ കുറച്ച് കറപ്ഷനും കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. സോ നാളെ രാവിലെ ഇലക്ഷൻ റിസൾട്ട് വരും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ജനങ്ങളുടെ വിധി എടുത്ത് എങ്ങോട്ടായിരിക്കുമെന്ന്. ഓവറോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഡൽഹിയിൽ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ BJPയിലേക്ക് ഒരു ചായവുണ്ട്. പക്ഷേ ഇലക്ഷനാണ്, എന്ത് വേണോ സംഭവിക്കാം. ഈവൻ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയാലും ഇത് ഇലക്ഷനാണ്, അത് ചിലപ്പം അവർക്ക് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം
നാളെ രാവിലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാം ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം. എന്തായാലും ഞാനും വെയിറ്റ് ചെയ്യണം നാളത്തെ റിസൾട്ടിന്. BJP ജയിക്കോ ഇല്ലയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഡൽഹിയിലൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്ത്, ഞാനുള്ള സമയത്തല്ല, ഒരു ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അസംബ്ലി ഇലക്ഷൻ, സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ സമയത്ത് ഫുള്ള് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ മറ്റ് പാർട്ടിയെ കൊടുക്കുകയും ലോക്സഭ ഇലക്ഷൻ വരുമ്പം പാർലമെന്റിൽ ആ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അത് ടോട്ടലി BJPക്ക്, ഈ കഴിഞ്ഞ ഇലക്ഷന് വരെ BJPക്ക് ആയിരുന്നു ടോട്ടൽ സീറ്റ് പോയത്. സോ അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ അവിടെ ഉണ്ട്. അപ്പം ഇനി ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ഡബിൾ എൻജിൻ സർക്കാരാവും. അതിനൊക്കെ തന്നെ കേജ്രിവാൾ എന്ന് പറയുന്ന വലിയൊരു ശക്തി ഒരു ഓപ്പോസിഷനിൽ വന്നു കഴിഞ്ഞാൽ അതും നല്ല ഉപയോഗമാണ്. ഒരുപാട് കാര്യങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പറയുന്ന റോഡ്, എയർ ക്വാളിറ്റി ഇഷ്യൂസ്, എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പീക്കിലെത്തിയിരിക്കുകയാണ് ഡൽഹി. ഈ ആം ആദ്മി പാർട്ടി എന്ത് ചെയ്തു എന്നുള്ള കഴിഞ്ഞ ഒരു 5-6 വർഷം എന്ത് ചെയ്യുന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അത്രയ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥയെ പല സമയത്തും ഈ ദീപാവലിയൊക്കെ കുറ്റം പറയുന്ന അവസ്ഥയായി അവസാനം. അതൊന്നും അല്ല ശരിക്കും. ഈ കോവിഡ് സമയത്ത് 2020-21 കാലഘട്ടത്തിൽ ഞാനുള്ള സമയത്ത്, കോവിഡിൻ്റെ ആ ഒരു ലോക്ക്ഡൗൺ ഉള്ള സമയത്ത് അവിടെ എയർ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയും അവിടെ ഉപയോഗിച്ചിരുന്ന മറ്റ് ഇൻഡസ്ട്രീസും അതൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ വരുന്ന പ്രശ്നമായിരുന്നു എന്നുള്ളൊരു രൂപരേഖ നമുക്ക് കിട്ടും ഈ കോവിഡിൻ്റെ സിനാരി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക, ഇലക്ട്രിഫൈഡ് ആയിട്ട് മാറുക, ഇൻഡസ്ട്രീസ് മാക്സിമം ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്തെടുക്കുക. ഇതൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരും ഇതിനെപ്പറ്റി ഇപ്പം നമ്മുടെ ടൈംസ് നൗവിലൊക്കെ ഇപ്പോൾ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് ശരിയാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വന്തം വീട് രക്ഷിക്കാനും സ്വന്തം ആൾക്കാരെ രക്ഷിക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ എന്തായാലും ഈ റിസൾട്ട് വലിയൊരു എന്താ പറയുക ചേഞ്ചിന് തുടക്കം ഇടട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ഡൽഹിയിൽ. സോ ലെറ്റ്സ് വെയിറ്റ്. ടുമാറോ നമുക്കൊരു 8 മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. സോ ലെറ്റ്സ് വെയിറ്റ്.